രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഓഡിയോ നിഷേധിച്ചാൽ സ്വാഭാവികമായും പരാതിക്കാരി അല്ലെങ്കിൽ ആ ഓഡിയോ റെക്കോർഡ് ചെയ്ത വ്യക്തിക്ക് സ്വാഭാവികമായും ഒരു അജിറ്റേഷൻ ഉണ്ടാകും. അത് പീഡന പരാതി എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നിശബ്ദമായിരുന്നാൽ ഈ ആരോപണങ്ങൾ എല്ലാ കാലത്തും രാഹുലിന്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കും. അപ്പം ഈ പരാതി ഒന്നും അടിസ്ഥാനമില്ലാത്തതായി ക്രൈംബ്രാഞ്ച് വിധി എഴുതിയാൽ രാഹുലിനും രക്ഷപ്പെടാം. രാഹുലിന് ഒരു ക്ലീൻ ചിറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. അതുകൊണ്ട് എന്റെ ആഷിഖ് പറയുന്ന അതേ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ എന്റെ കൈ, അദ്ദേഹം പറഞ്ഞില്ലേ ആരോപണമാണ്, എന്റെ കൈ പരിശുദ്ധമാണ് എന്ന് രാഹുലിന് കൂടി പ്രൂവ് ചെയ്യാനുള്ളൊരു അവസ്ഥയാണ്. അതിനെ രാഷ്ട്രീയമായി ആണ് പിണറായി വിജയൻ എടുത്തെങ്കിൽ പോലും രാഹുൽ അങ്ങനെ കാണരുത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് രാഹുലിനെതിരെ ഇപ്പോ റിനി ആൻഡ് ജോർജിന് എന്തോ മെസ്സേജ് അയച്ചതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹണി എന്തോ എന്നിട്ട് സ്റ്റാറ്റസിന് റിയാക്ഷൻ കൊടുത്തതാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഏതൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുന്നു, അഭ്യൂഹങ്ങൾ കേൾക്കുന്നു എന്നത് മാത്രമല്ല. നമുക്കാർക്കും ഒരിക്കലും പരാതിക്കാരിയുടെ മുഖം കാണിക്കണമെന്നോ പരാതിക്കാരി ആരാണെന്നോ ഐഡന്റിറ്റി വെളിപ്പെടുത്തണോ എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, പരാതി ഉണ്ട് എങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസ്ഥാനത്തേക്ക് ആക്കപ്പെടുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇയാളെ മേലെ വെറുതെ കൊണ്ടുപോയി കുറെ ആരോപണങ്ങൾ ഇട്ടാൽ തന്നെയും അതും നീതികേടാണ്. ഒരു ആണ് എന്ന രീതിയിലായതുകൊണ്ടാണല്ലോ ഇയാൾക്കെതിരെ പരാതി വന്നുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ അതും നീതികേടാണ്. അതുകൊണ്ട് ഏത് അർത്ഥത്തിൽ നോക്കിയാലും നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൃത്യമായി പോയാൽ, രാഹുൽ അതിനോട് കൃത്യമായി സഹകരിച്ച് കൃത്യമായി മുന്നോട്ട് പോയി രാഹുലിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് രാഹുലിന് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. എയ്തർ അങ്ങനെ സാധിക്കണം, ഓർ ഇയാൾ ഗിൽറ്റി ഉള്ള ആളായിട്ട് സ്വയം ഇങ്ങനത്തെ പറ്റിപ്പോയിട്ടുണ്ട്, ക്ഷമാപണം നടത്താനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് രാഹുലിനും വരാം എന്നുള്ളതാണ്. ഒരു ക്ലെൻസിങ് പ്രോസസ്സും കൂടിയാണെന്നാണ് ഞാൻ പറയുന്നത്.